നടപടി സ്വീകരിക്കുന്നതിനോടൊപ്പം അന്നയുടെ കമ്പനിയിലെ മാനേജർക്കും അസിസ്റ്റന്റ് മാനേജർക്കുമെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആൻ മരിയ ആവശ്യപ്പെട്ടു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. ലെബനൻ പേജർ സ്ഫോടനത്തിൽ മലയാളിയായ റിൻസന്റെ കമ്പനിയായ നോർട്ട ഗ്ലോബലിന് പങ്കില്ലെന്ന് ബൾഗേറിയ. നിയമലംഘനം നടത്തിയില്ലെന്ന് അന്വേഷണ ഏജൻസി കണ്ടെത്തി. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, എന്തൊക്കെയാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലുകൾ? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസമാണ് ലെബനനെ ഞെട്ടിച്ചുള്ള പേജർ സ്ഫോടനങ്ങൾ നടക്കുന്നത്. അതിന് പിന്നാലെയാണ് ഈ പേജർ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മലയാളിയുടെ കമ്പനിക്ക്, അതായത് റിൻസൺ ജോസ്, നോർവേ പൗരനാണ് റിൻസൺ ജോസ്, വയനാട് മാനന്തവാടി സ്വദേശിയാണ്. ഈ റിൻസന്റെ ഉടമസ്ഥതയിലുള്ള ബൾഗേറിയയിൽ പ്രവർത്തിക്കുന്ന നോർട്ട ഗ്ലോബൽ എന്ന കമ്പനി ഈ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി പേജറുകൾ വാങ്ങുന്നതിനായി സാമ്പത്തിക ഇടപാടുകൾ നടത്തി എന്നുള്ളതായിരുന്നു അന്താരാഷ്ട്ര ഏജൻസികൾ പറഞ്ഞ ഒരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളാണ് പുറത്തു വിടുകയും ചെയ്തത്. അതായത് ഈ പേജറുകൾ നിർമ്മിച്ച BAC കൺസൾട്ടിംഗ് എന്ന കമ്പനി, ഈ കമ്പനിക്കാണ് ഈ റിൻസന്റെ നോർട്ട ഗ്ലോബൽ എന്ന കമ്പനി പണം നൽകിയത്, പണം കൈമാറിയത് എന്നുള്ളതായിരുന്നു ആരോപണം. ഏതായാലും ഇക്കാര്യത്തിൽ ബൾഗേറിയ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള അനധികൃതമായ പണമിടപാടുകളും റിൻസന്റെ നോർട്ട ഗ്ലോബൽ എന്ന കമ്പനി നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. മാത്രമല്ല, ഈ നടത്തിയ ഇടപാടുകൾ, ഈ BAC കൺസൾട്ടിംഗ് എന്ന കമ്പനിയുമായി നടത്തിയ ഇടപാടുകൾ അത് നിയമവിധേയമാണ്. രാജ്യത്തെ നിയമങ്ങൾ പാലിച്ചാണ് ഈ ഇടപാടുകൾ നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഈ റിൻസന്റെ കമ്പനി നോർട്ട ഗ്ലോബൽ ഏതെങ്കിലും തരത്തിൽ ഈ പേജറുകൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യവും കൂടി ഈ ബൾഗേറിയയുടെ ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായതായി അവർ പറയുന്നു. ഏതായാലും ഈ റിൻസൺ നിലവിൽ അമേരിക്കയിലേക്ക് പോയി എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഈ സ്ഫോടനം നടന്നതിന് ശേഷം റിൻസനെ കാണാനില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ റിൻസൺ അമേരിക്കയിലേക്ക് പോയതായുള്ള സൂചനകളും ഉണ്ട് എന്നുള്ളതാണ്. റിൻസൺ വളരെ കാലമായി വിദേശത്താണ്. ആദ്യം UK-യിലായിരുന്നു, പിന്നീടാണ് നോർവേയിലേക്ക് പോകുന്നത്. നോർവേയിലെ ഓസ്ല എന്ന സ്ഥലത്താണ് ഈ റിൻസൺ താമസിക്കുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് ഈ ബൾഗേറിയയിൽ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ബൾഗേറിയയിലെ സോഫിയയിലാണ് റിൻസന്റെ ഈ നോർട്ട ഗ്ലോബൽ, നോർട്ട ലിങ്ക് എന്നീ കമ്പനികൾ പ്രവർത്തിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ബൾഗേറിയ റിൻസന് ക്ലീൻ ചിറ്റ് നൽകുകയാണ്. ഈ സംഭവവുമായി റിൻസന് ബന്ധമില്ല എന്നുള്ളതാണ് പ്രധാനമായും ബൾഗേറിയ പറയുന്നത്. ശരി ആന്റണി, പേജർ സ്ഫോടനത്തിൽ റിൻസന്റെ കമ്പനിക്ക് പങ്കില്ലെന്ന് അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് ആന്റണി ജിസ്റ്റോർ നൽകിയത്. കൊല്ലം മൈനാഗപ്പള്ളി സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഒന്നാം പ്രതി അജ്മലിനെയും രണ്ടാം പ്രതി ഡോക്ടർ ശ്രീകുട്ടിയെയുമാണ് കസ്റ്റഡി